ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അരിയൊക്കെ കഴുകിയിട്ട് കടുക് അടിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അത് പുളിച്ചിട്ടുണ്ടാവും, 5-6 ദിവസമായി. അപ്പം അതൊന്ന് എടുത്ത് നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ചെയ്യുന്നതല്ലേ ഉള്ളൂ, എടുത്ത് ഒഴിക്കുന്നത് കാണിക്കണില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒഴിക്കുന്നത് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, ഇത് സെക്കൻഡ് കമ്പോസ്റ്റ് ആണ്. ഇതിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ് കൂടുതലുള്ളത്, നോമ്പായതുകൊണ്ട്. അപ്പം അത് ഒരു ഭാഗത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റ് എന്തായെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഇതിൽ മൂടാൻ വേണ്ടിയിട്ട് വേറെ വലിയ മൂടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ വലിയ കരിയില ഉണ്ടല്ലോ, ഞാൻ അവസാനം ഇട്ട കരിയിലയാണ്. അത് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടിരുന്നെങ്കിൽ ഇതിങ്ങനെ കിടക്കില്ലായിരുന്നു. അപ്പം അതിനെ പൊടിച്ചിടണമായിരുന്നു, വലിയ ഇല ആയതുകൊണ്ട്. ഇതിൽ യാതൊരു തരത്തിലുള്ള സ്മെല്ലും ഇല്ല. ചെറിയ പുഴുക്കളുണ്ട്, അത് മീതയില്ല, അടിയിലോട്ടേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ നിറച്ചും വെക്കാതിരുന്ന് മീത കരിയിലയും ഇതൊക്കെ ഇട്ടപ്പം ഈ പുഴു വന്നിട്ട് അടിയിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പം മീത വരണേ ഇല്ല. അപ്പം ഞാൻ നന്നായിട്ട് അതുപോലെ 2 പ്രാവശ്യം ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പപ്പട കമ്പി വെച്ചാണ് ഇളക്കുന്നത്, വേറെ എൻ്റെ അടുത്ത് ടൂൾസും കാര്യമൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നനച്ചു കൊടുത്തിട്ടില്ല. ഓൾറെഡി അതിൽ നനവുണ്ട്, അതുകൊണ്ട് എനിക്ക് വെള്ളം നനയ്ക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് അടിയിലൊരു സ്ക്വയർ പോലത്തെ ഒരു തടിയിലൊരു പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെയായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ കറുത്ത ഉറുമ്പുണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അങ്ങ് പോവും, എന്നെ വലിയ കാര്യമാക്കാറില്ല. അപ്പോൾ നമുക്ക് അരി കഴുകിയ വെള്ളം എന്തായെന്ന് ഒന്ന് നോക്കാം. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇതൊന്നിനെ ഇളക്കി കാണിച്ചു തരാം. നന്നായിട്ട് പുളിച്ച് നല്ല ഇതായിട്ടുണ്ട്. ഇപ്പം തന്നെയാണ് തുറക്കുന്നത്, അന്ന് വെച്ചത് തന്നെയാണ്. അന്വേഷണം നോക്കിയില്ല, ഒരു 5-6 ദിവസം ഇരിക്കട്ടെ എന്ന് കരുതി. ഇനി നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ചെടികൾക്ക് ഒഴിക്കും. കുറേ ചെടികളുള്ളതുകൊണ്ട് ഇത് തികയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. അന്ന് നമ്മൾ കരി കഴുകിയ വെള്ളം മാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നില്ല എന്നുള്ളവർ ഈ സവാള തൊലി, ഉള്ളിത്തൊലി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം, പഴത്തൊലി, വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, അങ്ങനെയെല്ലാം ഈ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. വെയിലുള്ള സമയങ്ങളിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പം വേരുകൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാൻ കഴിയും. മഴ സമയത്ത് അങ്ങനെ എപ്പോഴും ഒഴിച്ചെടുക്കരുത്, കാരണം അത് പെട്ടെന്ന് ഈ മഴ വെള്ളം വീഴും തോറും അതങ്ങ് ഒലിച്ചു പോകും. മഴ സമയത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി കമ്പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എല്ലായിടത്ത് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയും ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്, വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കും. എൻ്റെ അടുത്ത് മുട്ടത്തോടൊക്കെ ഇരിപ്പുണ്ട്, അപ്പം അതൊക്കെ എടുത്ത് പൊടിച്ച് ചെടികൾക്ക് കൊടുക്കണം. ഇപ്പോൾ ഉള്ള മുട്ടത്തോടൊന്നും ഞാൻ പൊടിച്ച് ആ ഒരു കമ്പോസ്റ്റ് തന്നെയാണ് ഇടുന്നത്, അല്ലാതെ മാറ്റി വെക്കുന്നില്ല. അപ്പം ഈ ഒരു വളം ഞാൻ എല്ലാ ചെടികൾക്കും കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ മണി പ്ലാന്റ്സിന് ഞാൻ പറഞ്ഞില്ലേ, മണി പ്ലാന്റ്സിന് ഇങ്ങനത്തെ വെള്ളവും നല്ലതാണ്, അതും ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് അത് വലിച്ചെടുത്തോളും. ബാക്കി വരുന്ന വെള്ളം നമുക്ക് ബാൽക്കണിയിലിരിക്കുന്ന റോസ് പ്ലാന്റിന് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാനിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ അരിപ്പ് ഞാൻ മാറ്റുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റാമെന്ന് കരുതി. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് അരിപ്പൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. അത് ഫുൾ സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി പൈപ്പിൽ ഫിറ്റ് ചെയ്ത ഫിൽറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇതിൽ യൂസ് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 ഫിൽറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അതുപോലെ തന്നെ 2ൻ്റെയും ആ ഒരു ഹോളും ചെറുതാണ്. ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒഴിച്ചും കൂടെ കാണിച്ചു തരാം. ഈ വലിയ അരിപ്പിൽ നിന്നും വരുന്ന വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നത് കൊണ്ട് തന്നെ അറ്റത്തോട്ട് വരുന്ന വെള്ളം കണ്ടില്ലേ, ഒരുമിച്ചാണ് വീഴുന്നത്. അപ്പോൾ അത് തെറിക്കും. അത് വലിയ ഗാർഡൻസിലൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ ഇതൊന്നും ഇളക്കി മാറ്റിയാണ്. ആ റബ്ബർ പോലത്തെ അറ്റത്തിരിക്കുന്ന ഇത് മാറ്റാതെ മീതിരിക്കുന്ന ആ ഒരു അരിപ്പ് മാത്രം ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പം യൂസ് ചെയ്യാൻ പറ്റും.
എന്നിട്ട് ഈ ഒരെണ്ണം അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റബ്ബർ പോലത്തെ സാധനം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് വെക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലൂസായി പോവും. ഇതിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചോളണേ. ഇത് കണ്ടോ, നമ്മൾ താഴെ വെള്ളം ഒഴിച്ചില്ലേ, അതേ സെയിമിൽ തന്നെയാണ് വരുന്നത്. അറ്റ ഭാഗത്തും നല്ല മഴ പോലെ വെള്ളം വരുന്നുണ്ട്. തൽക്കാലം എനിക്ക് ഇത് ബെറ്റർ ഓപ്ഷനാണ്, അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുകയാണ്. ഇതിലേക്ക് അരി കഴുകിയ വെള്ളം ഒഴിച്ച് നമുക്ക് റോസ് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം അരിച്ചൊഴിക്കുക. ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്, അരിക്കാതെ ഒഴിച്ചപ്പോൾ അത് കയറി അടഞ്ഞു. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബക്കറ്റ് തിരിച്ച് കഴുകി അതേപോലെ നേരത്തെ കമ്പോസ്റ്റ് ഇരുന്ന് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.